അടച്ച് കൈകൾ കൂപ്പി പിടിച്ചുകൊണ്ട് കുടുംബത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. ഈ ഭൂമിയിൽ ദൈവം സ്വപ്നം കണ്ട ഏറ്റവും മഹത്തരമായ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് കുടുംബം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അവരൊന്നായിരിക്കുന്ന പോലെ പിതാവിനോട് പുത്രൻ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നമ്മളൊന്നായിത്തീരുന്നത് പോലെ ഇവരും ഒന്നായിത്തീരേണ്ടതിന് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ത്രിത്വം ഒന്നായിരിക്കുന്നത് പോലെ കുടുംബം ഒന്നായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ത്രിത്വത്തിൻ്റെ സ്നേഹം അത് പങ്കുവെച്ച് കവിഞ്ഞൊഴുകുന്നത് പോലെ കുടുംബത്തിൻ്റെ സ്നേഹം ലോകത്തിലേക്ക് കരകവിഞ്ഞൊഴുകുവാനും ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് പിതാവിനെയും പുത്രനെയും മഹത്വപ്പെടുത്തുവാനും സ്വർഗം ആഗ്രഹിച്ചു. അതിൻ്റെ പൂർത്തീകരണമാണ് കുടുംബം. എന്നാൽ സ്നേഹത്തിൻ്റെ ഉറവയ്ക്ക് പകരം പൊട്ട കിണറുകളും വറ്റിപ്പോയ ജലാശയങ്ങളും അതിൽ നിന്നൊഴുകിയപ്പോൾ വെറുപ്പും വൈരാഗ്യവും നിറഞ്ഞ് കുടുംബത്തെ പോലും മറന്ന് കുടുംബജീവിതത്തെ വെറുത്ത് എത്രയോ മക്കളാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. കർത്താവേ, കുടുംബജീവിതം കണ്ട് വിവാഹം വേണ്ടെന്ന് വെച്ച എത്രയോ മക്കളാണ്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൻ അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ട്, അമ്മ അപ്പനെ ബഹുമാനിക്കാത്തത് കണ്ട് മനസ്സ് തകർന്ന് കുടുംബജീവിതം വേണ്ടെന്ന് വെച്ച എത്രയോ മക്കളാണുള്ളത്. മാതാപിതാക്കളുടെ നിരന്തരമായ കലഹം നിമിത്തം കുടുംബജീവിതം വേണ്ടെന്ന് വെച്ച് എല്ലാവർക്കും വേണ്ടി കരുണയാചിക്കുന്നു. കുടുംബത്തിൽ പാപത്തിൻ്റെ സ്വാധീനം വിതച്ചതുകൊണ്ട് കുടുംബജീവിതങ്ങൾ തകർന്നു പോയവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. സാമ്പത്തിക ഇടപാടുകളിൽ അവിശ്വസ്തത കാണിച്ചതുകൊണ്ട് കുടുംബത്തിൽ സമാധാനവും സമ്പത്തും നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മ്ലേച്ഛതയുടെ അശുദ്ധിയുടെ കൂട്ടുകെട്ടിൽപ്പെട്ട് കുടുംബജീവിതം നയിച്ചതുകൊണ്ട് മക്കൾ വേര് പിടിക്കാതെ മക്കൾ തകർന്നു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ അനുസരിക്കാതെ അവരോട് ധിക്കാരം കാണിച്ചുകൊണ്ട് കുടുംബത്തിൽ നിന്ന് കൃപ നഷ്ടപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് ജന്മം കൊടുക്കാനാണല്ലോ അങ്ങ് കുടുംബജീവിതത്തെ സൃഷ്ടിച്ചത്. കർത്താവേ, മക്കൾക്ക് ജന്മം കൊടുക്കാൻ കഴിയാതെ വേദനിക്കുന്ന ഉദരങ്ങൾക്കും നെടുവീർപ്പെടുന്ന ഹൃദയങ്ങൾക്കും വേണ്ടി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹ കൂദാശയിൽ അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ, ഈ അനുഗ്രഹങ്ങൾ ശാപമായിരുന്നത് നന്മയായി തീരട്ടെ. വൃക്ഷത്തിൻ്റെ ഫലം ശാപമായിരുന്നത് പറുദീസായുടെ ഫലം അനുഭവിക്കാൻ കഴിയാതെ പോയത് ക്രിസ്തുവിൻ്റെ കുരിശിലൂടെ ലഭിച്ച ആ വിശുദ്ധ കുർബാനയിലൂടെ, ആ ബലിയിലൂടെ, ആ ആദ്യഫലത്തിലൂടെ ഞങ്ങളുടെ കുടുംബജീവിതത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കുടുംബജീവിതത്തിൻ്റെ മധ്യസ്ഥന്മാരായ സകല വിശുദ്ധരെ, പ്രത്യേകിച്ച് മോറെ യോസേപ്പ് പിതാവേ, പരിശുദ്ധ മറിയമേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവവിളിയെക്കുറിച്ച് ധ്യാനിക്കാൻ പോവുകയാണ്. കുടുംബജീവിതമാണ് ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജീവിതം. ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ് കുടുംബജീവിതം. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെയൊക്കെ തലയ്ക്കകത്ത് കിടക്കുന്ന ഒരു കാര്യമാണ് ഈ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ. അതൊരു ഇച്ചീച്ചി പരിപാടിയാണെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. വിവാഹം എന്ന് പറയുന്നത് വിവാഹം കഴിപ്പിക്കുക, അതല്ലെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ചില തെറ്റായ ധാരണകൾ കിടപ്പുണ്ട്. ഞാൻ ഇടവക ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാർ എൻ്റെ ഇടവകാംഗത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിടികൂടി. അങ്ങനെ അവർ പാസനേജിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? പ്രശ്നം ഇത്രയേ ഉള്ളൂ, എൻ്റെ അച്ഛ എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ ഈ ആത്മാവ് ആ നാട്ടിലുള്ള മുഴുവൻ വീടുകളിലൂടെയും കടന്നു പോകാറുണ്ട്.
എന്തിനാണെന്ന് ചോദിച്ചാൽ സഹോദരിമാർ കുളിക്കുന്നത് കാണുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഷെയ്പ്പ് മാറി, പല്ല് മാറി, അടി കൊണ്ടിട്ട് മടുത്ത്, ഞങ്ങൾക്കും തല്ലി മടുത്തു, ഇനി എന്നാ ചെയ്യുന്നേ? ഞാൻ ചോദിച്ചു, ഇതുമായി ബന്ധപ്പെട്ട് വല്ല ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ? നമുക്കൊന്ന് ഷെയർ ചെയ്യാം. പല കാരണങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ വരാനുള്ള സാഹചര്യമുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അപ്പനെ അമ്മേനെ വിളിക്കാൻ പറഞ്ഞു. അപ്പം അമ്മയെ വിളിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ, അവർ പാവപ്പെട്ട സ്ത്രീയാണ്, വയനാട്ടുകാരിയാണ്, നിഷ്കളങ്കമായിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ അച്ഛാ, ഞങ്ങളും മടുത്തു, ഈ സൂക്കേട് മാറാൻ കല്യാണം കഴിപ്പിച്ച മാറും അച്ഛാന്ന് വെച്ചു. അപ്പം ഞാൻ അന്നുകൊണ്ടാണ് ചിന്തിക്കാൻ തുടങ്ങിയത്, പലരും കല്യാണം കഴിപ്പിക്കുന്നത് എന്തിനാണ്? നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. 10-20 വർഷം അപ്പനും അമ്മയും നന്നാക്കാൻ ശ്രമിച്ചിട്ട് നന്നാകാത്തൊരു സാധനത്തിനെ ഇന്നലെ വന്ന ഒരു പെങ്കൊച്ചിൻ്റെ കൈ കൊടുത്ത് അതിൻ്റെ ജീവിതവും കളയരുത്, നന്നാക്കാൻ ശ്രമിച്ചതിൻ്റെ ജീവിതവും കളയരുത്. ഹല്ലേലൂയ. നന്നാക്കാനുള്ളതല്ല കുടുംബജീവിതം, നന്നായവർക്കുള്ളതാണ് കുടുംബജീവിതം. അത് വളരെ പ്രത്യേകതയാണ് നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബജീവിതത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് കൂദാശയായിട്ടാണ്. നമുക്ക് എത്ര കൂദാശകളുണ്ട്? കൂദാശകൾ 7 എണ്ണമാണ്. അതിൽ പരിശുദ്ധമായിട്ടാണ് വിവാഹ കൂദാശയെ കാണുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധ സഭയിൽ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ഒരു യുവാവിനെയും ഒരു യുവതിയെയും വിളിക്കുമ്പോൾ സഭ പ്രത്യേകം അവരോട് പറയും, നിങ്ങൾ കുമ്പസാരിച്ചിരിക്കണം. കെട്ടുകുമ്പസാരം നടത്താതെ കല്യാണം കഴിച്ചവരാരെങ്കിലും ഇരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഓർത്തോ, നല്ല കെട്ടായിരിക്കും പിന്നീട്. എന്തിനാണ് നിങ്ങളെക്കൊണ്ട് കെട്ടുകുമ്പസാരം സഭ നിർബന്ധിക്കുന്നത്? ഒറ്റ കാര്യമുള്ളൂ, കുമ്പസാരം വഴി നിങ്ങൾ വിശുദ്ധരായിത്തീരും. വിശുദ്ധർക്ക് യോജിച്ചതും വിശുദ്ധർക്ക് ചേർന്നതുമാണ് കുടുംബജീവിതം. ഹല്ലേലൂയ. കുടുംബജീവിതം വിശുദ്ധർക്കുള്ളതാണ്. കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെടുമ്പോൾ പലരുടെയും ചിന്ത, ദൈവമേ, ഞാൻ ചെറുപ്പത്തിലൊരു കന്യാസ്ത്രീ ആവാൻ ആഗ്രഹിച്ചതായിരുന്നു, എനിക്കൊരു സിസ്റ്ററായാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ദേറാക്കാരനായാൽ മതിയായിരുന്നു, ഒരു സന്യാസിയായാൽ മതിയായിരുന്നു, സഭയുടെ അനുകൂല സാഹചര്യത്തിൽ ഞാൻ ശരിക്കൊരു ബിഷപ്പ് ആകേണ്ടതായിരുന്നു, പക്ഷെ കെട്ടിപ്പോയി. അങ്ങനെ കുടുംബജീവിതത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, കുടുംബജീവിതം അത് വിവാഹം ആശീർവദിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് യേശു പറഞ്ഞ വാക്കുകൾ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ കൂദാശ വചനം സ്ഥാപിച്ചുകൊണ്ട് സഭ വിവാഹത്തിൽ ഓരോ ദമ്പതികളോടും പറയുന്ന ഒരു വേദഭാഗമുണ്ട്. കുടുംബജീവിതം ഇങ്ങനെ വേണം നയിക്കാൻ, ഇതാണ് കുടുംബജീവിതത്തിൻ്റെ വിളി എന്ന് പറഞ്ഞ് ക്രിസ്തു കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞ വചനം വായിച്ചാണ് ഈ കൂദാശ പൂർത്തീകരിക്കുന്നത്. ആ തിരുവചനം നിങ്ങളിൽ ആർക്ക് പറയാൻ പറ്റും? നല്ല ഒന്നാന്തരം മേഴ്സലസ് ബെൻസിൻ്റെ ഒരു കാറ് തിരുമേനി പറഞ്ഞു, നിങ്ങൾ ഈ ധ്യാനം കൊടുക്കുന്നതുകൊണ്ട് 5 കോടി രൂപ വരുന്ന മേഴ്സലസ് ബെൻസിൻ്റെ കാറ് ഫ്രീ ആയിട്ട് തന്നേക്കാമെന്ന് പറഞ്ഞു. ഒറ്റ കണ്ടീഷനുള്ളൂ, കാറ് ഓടിച്ചിട്ട് പോകണം. നമുക്ക് കാറ് 5 കോടി രൂപയുടെ 1-2 രൂപയുടെ അല്ല, ഒരായുസ് പണിയെടുത്താൽ കിട്ടാത്തതാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് താക്കോലെല്ലാം വാങ്ങി. ഇപ്പം എന്താ പണിയെന്നറിയോ? ഈ താക്കോലെടുത്ത് ഞെക്കുക, അപ്പോൾ കിക്ക് ഒരച്ച കേൾക്കും, ഡോറ് തുറക്കുക, പിന്നെന്ത് ചെയ്യുക? അടയ്ക്കുക, കിക്ക് പൂട്ടുക. ഇതല്ലാതെ വേറൊരു പണി അറിയില്ല. കാരണം ഇത് ഓടിക്കാൻ അറിഞ്ഞിട്ട് വേണ്ടേ, ഇത് താക്കോലിട്ട് തിരിക്കാൻ അറിഞ്ഞിട്ട് വേണ്ടേ. ഇതിൻ്റെ സുഖം, ഇതിൻ്റെ യാത്ര, ഇതിൻ്റെ ഈ വാഹനത്തിലൂടെ ജീവിതം അല്ലെങ്കിൽ കാഴ്ചകൾ ലോകം കണ്ട് ആസ്വദിക്കാൻ. പല ചേട്ടന്മാരുടെയും കയ്യിൽ താക്കോല് കിട്ടി, പക്ഷെ ഓടിക്കാൻ അറിയാത്തതുകൊണ്ട് തുരുമ്പ് പിടിച്ചു പോയി, വണ്ടിയുടെ ടയർ പഞ്ചറായിപ്പോയി. കാര്യം മേഴ്സലസ് ബെൻസ് ആയിരുന്നു, ആക്രി വിലയ്ക്ക് ഇപ്പോൾ തൂക്കി കൊടുക്കണമെന്നാണ് തോന്നുന്നത്. പലരുടെയും കുടുംബജീവിതം ഇങ്ങനെ ആക്രിക്കടക്കി കൊടുക്കേണ്ട പോലെ ആയിപ്പോയി. എന്താ കാര്യം? ഓടിക്കാൻ അറിയത്തില്ല. കുടുംബജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ ഡ്രൈവർ എന്ന് പറയുന്നത് യേശുവാണ്, ദൈവമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭയിൽ കുടുംബജീവിതം ബന്ധിപ്പിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളിൽ സൂനു എന്നൊക്കെ പാട്ട് പാടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സഹോദരിമാർ അറിയാതെയൊക്കെ ഒന്ന് അഹങ്കരിച്ച് പോകാറുണ്ട്. ഞാൻ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും അച്ഛാ മോശമില്ല എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കും. സത്യത്തിൽ നിങ്ങളെക്കുറിച്ചല്ല അത് പറഞ്ഞിരിക്കുന്നത്.
ഇത് സഭയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സഭയെ, വിജാതീയ പുത്രിയായിരുന്നു ഈ സഭ. ഈ സഭയ്ക്ക് യേശുവിനെ അറിയത്തില്ലായിരുന്നു, ദൈവത്തെ അറിയത്തില്ലായിരുന്നു. ദൈവത്തെ അറിയാവുന്ന സമൂഹമായിരുന്നു യഹൂദ സമൂഹം. ആ സമൂഹം ക്രിസ്തുവിനെ തിരസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ആ സമൂഹത്തിന് പകരം കാട്ടൊലിവിൽ നിന്ന് ചേർക്കപ്പെട്ടതാണ് സഭയെന്ന് പറയുന്നത്. നല്ല ഒലിവിൽ നിന്ന് ഫലങ്ങൾ കായ്ക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ മാറ്റി. എന്നിട്ട് കാട്ടൊലിവായ നിന്നെ വെട്ടി ക്രിസ്തുവാകുന്ന നല്ല ഒലിവിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നതാണ് സഭയെന്ന് പറയുന്നത്. വിജാതീയ പുത്രിയെ തനിക്കായി വിവാഹം കഴിച്ചു എന്ന് പൗലോസ് അപ്പോസ്തലൻ ലേഖനത്തിലൂടെ സഭയെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ബന്ധം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ആയിരിക്കണം. സഭയുടെയും ക്രിസ്തുവിൻ്റെയും മക്കളെ വിളിക്കുന്ന പേരാണ് എന്ത്? വിശുദ്ധർ. അതുകൊണ്ടല്ലേ വിശ്വാസ പ്രമാണത്തിൽ സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് കാതോലികമാണ്, ശ്ലൈഹികമാണ്, ഏകമാണ്. സഭ വിശുദ്ധമാണ്. കാരണം അപ്പൻ ക്രിസ്തുവാണ്, അമ്മ സഭയാണ്. അതിൽ നിന്നുണ്ടാകുന്ന മക്കളെയാണ് വിശുദ്ധരെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് മത്തൻ നട്ടാൽ കുമ്പളം ഉണ്ടാകുമോ? മത്തൻ നട്ടാൽ കുമ്പളം ഉണ്ടാകുമോ? ഇല്ല. മത്തൻ നട്ടാൽ എന്തേ ഉണ്ടാവുകയുള്ളൂ? മത്തങ്ങ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ വിശുദ്ധർ കുടുംബജീവിതം നയിച്ചാലേ ആരുണ്ടാകുകയുള്ളൂ? വിശുദ്ധരുണ്ടാകുകയുള്ളൂ. എന്തിനാണ് കുടുംബജീവിതം? മാലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം അധ്യായത്തിൽ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, വിശുദ്ധരായ മക്കളെ അല്ലേ ഞാൻ കുടുംബജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വിവാഹ ജീവിതത്തിൻ്റെ പാട്ടുകളൊക്കെ നമ്മളൊന്ന് നന്നായി ധ്യാനിക്കണം. കൂദാശക്രമം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് നിങ്ങളതൊന്ന് വായിച്ച് ധ്യാനിക്കണം. അതിൽ പറയുന്നൊരു പ്രത്യേക വാക്കുണ്ട്, കർത്താവേ ഇവരുടെ നല്ല ജീവിതം കണ്ട് പുറജാതികൾ ഇവരുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 34-ാമത്തെ തിരുവചനം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയും. ഒരു ഭാര്യയും ഒരു ഭർത്താവും ദൈവഹിതപ്രകാരം ജീവിക്കുന്നത് കാണുമ്പോഴാണ് വിജാതിയർ, പുറജാതികൾ ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള പുറജാതികൾ, ക്രിസ്തുവിനെ അറിയാത്തവർ ക്രിസ്ത്യാനിയെ കണ്ടുകൊണ്ടാണ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിലെ, ഇന്ത്യയിലെ ക്രിസ്ത്യാനിയെ കണ്ടുകൊണ്ട്, ക്രിസ്തുവിൻ്റെ ജീവിതം പിൻചെല്ലുന്ന ഈ കുടുംബജീവിതം കണ്ടുകൊണ്ട് എത്ര പേര് ക്രിസ്ത്യാനികളായി മാറുന്നുണ്ട്? ഇന്ന് നമ്മുടെ കുടുംബത്തിൽ എന്താ സംഭവിക്കുന്നത്? ക്രിസ്ത്യാനി പെങ്കൊച്ച് വിജാതിയൻ്റെ പുറകെ ഓടുകയാണ്. എല്ലാ ദൈവം ഒന്നല്ലേ? സ്നേഹിച്ചാൽ പോരെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കല്യാണം കഴിച്ചാലും പ്രേമിച്ച് കെട്ടിയാലും കല്യാണം കഴിച്ചില്ലെങ്കിലും മക്കളും ഉണ്ടാകും, ബന്ധവും ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. എന്നാ വ്യത്യാസം? സ്നേഹമുള്ളവരെ, പരിശുദ്ധ സഭ വിവാഹത്തെക്കുറിച്ച് പറയുന്നത് ഇതൊരു എഗ്രിമെൻ്റ് അല്ല. നമ്മളത് പഠിക്കണം. പല സ്ത്രീകളും പറയും, എൻ്റെ ദൈവമേ ഇതിനെ ചുമന്ന് മടുത്തു. സഹോദരി, ഇതൊരു എഗ്രിമെൻ്റ് അല്ല. ഇത്ര വർഷം ഞാൻ ഇവൻ്റെ കൂടെ ജീവിച്ചു കൊള്ളാമെന്ന് പറയുന്ന ഒരു എഗ്രിമെൻ്റ് അല്ല വിവാഹം എന്ന് പറയുന്നത്. ഇതൊരു സേക്രമെൻ്റാണ്. സേക്രമെൻ്റ് എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരിക്കുന്ന ഒരു കൂദാശയാണ്. പൗരോഹിത്യത്തിലേക്ക് ഒരു വ്യക്തിയെ വിളിക്കുന്നത് പോലെയാണ് കുടുംബജീവിതത്തിലേക്ക് ഒരു വ്യക്തിയെ വിളിക്കുന്നത്. ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചു, ഇന്നൊരു പുരോഹിതനാണ്. ഞാൻ പറഞ്ഞു, തിരുമേനി ആദ്യത്തെ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 20 വർഷം നല്ല ആരോഗ്യമുണ്ട്, നല്ല കഴിവുണ്ട്, നല്ല ബലമുണ്ട്, ഞാൻ പുരോഹിതനായിരുന്നോളാം. അതിനുശേഷം എന്നെ ഒരു അൽമായനായിട്ട് മാറ്റിയേക്കാമെന്ന് പറഞ്ഞാണോ കുപ്പായം തന്നിരിക്കുന്നത്? ആണോ? അല്ല. യേശുക്രിസ്തു തൻ്റെ സ്നേഹം പങ്കുവെക്കാൻ താൻ തിരഞ്ഞെടുക്കപ്പെട്ട സഭയോട് അവരൊന്നിച്ചായിരിക്കുന്നത് അവൻ്റെ വീണ്ടും വരവ് വരെയാണ്. അങ്ങനെയാണെങ്കിൽ കുടുംബജീവിതം എന്ന് പറയുന്നത് ആരോഗ്യമുള്ളിടത്തോളം കാലമല്ല, പ്രേമമുള്ളിടത്തോളം കാലമല്ല, ഞങ്ങൾക്ക് ശക്തിയും കഴിവും ഉള്ളിടത്തോളം കാലമല്ല ഈ ബന്ധം എന്ന് പറയുന്നത്. പകരം മരണം വരെ ഈ ബന്ധം കാത്തു സൂക്ഷിക്കണം. സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ സത്യത്തിൽ മരണം വരെ അല്ല. ആ കൂദാശക്രമത്തിൻ്റെ അവസാന ഭാഗത്ത്
ഒരു ഭാഗം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞു. എന്താണെന്നറിയാം അതിൻ്റെ ഭാഗം? പുരോഹിതൻ അവസാന നിമിഷത്തിൽ പറയും, മകനെ, ദൈവം നിനക്ക് തന്ന ഈ മകളെ പിതാവായ ദൈവത്തിൻ്റെ കയ്യിലേക്ക് നീ കൊടുക്കാൻ ഉത്തരവാദിത്വമുള്ളവനാണ്. മകളോട് പറയും, മകളെ, ഈ ദേവാലയത്തിൽ വെച്ച് നീ സ്വീകരിച്ചിരിക്കുന്ന ഈ മകളെ പിതാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൊടുക്കാൻ നിനക്ക് കടപ്പാടുണ്ട് എന്നാണ് പറഞ്ഞു വിടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും പവിത്രമായ, ഇത്രയും ശ്രേഷ്ഠതയേർന്ന ഈ കുടുംബജീവിതം എങ്ങനെയാണ് നയിക്കാൻ പറ്റുക? സ്നേഹമുള്ളവരെ, ഒരു പുരോഹിതനാകണമെങ്കിൽ മിനിമം പരിശുദ്ധ സഭയിൽ 6 വർഷമെങ്കിലും സെമിനാരി പഠിക്കണം, ഡിഗ്രി കഴിഞ്ഞിട്ട്. ഒരു ഡോക്ടറാവണമെങ്കിൽ മിനിമം 6 വർഷമെങ്കിലും പഠിക്കണം. ഏത് കോഴ്സ് ചെയ്യണമെങ്കിലും അതിൻ്റെ പുറകിൽ അതിനൊരു ട്രെയിനിങ് പീരീഡ് ഉണ്ട്. വിവാഹത്തിന് ട്രെയിനിങ് പീരീഡ് ഉണ്ടോ? സ്നേഹമുള്ളവരെ, മറ്റേത് കൂദാശയ്ക്കും കൊടുക്കുന്നതിനേക്കാൾ മനോഹരമായിട്ടുള്ള ട്രെയിനിങ് കിട്ടുന്ന ഏക കൂദാശ വിവാഹമെന്ന കൂദാശയാണ്. ഞാൻ വിചാരിക്കുകയാണ്, എനിക്ക് 7 മക്കളുണ്ട്. എൻ്റെ 7 മക്കളെയും പുരോഹിതനാക്കാൻ, കന്യാസ്ത്രീയാക്കാൻ, ബിഷപ്പാകാൻ വേണ്ടി ഞാൻ എന്ത് ട്രെയിനിങ് കൊടുത്താലും അത് വിജയിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? എന്നാൽ എന്നെ ഏൽപ്പിച്ച എൻ്റെ കുടുംബജീവിതം, ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധം സ്നേഹത്തിൻ്റെയും കരുണയുടെയും ദൈവകൃപയുടെയും അടിസ്ഥാനത്തിലാണെങ്കിൽ എൻ്റെ മക്കൾ അത് കണ്ട് പഠിച്ച് അവർ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമെങ്കിൽ എന്നെ വിവാഹം ഏൽപ്പിച്ച, ആ കൂദാശി ഏൽപ്പിച്ച നിമിഷം തൊട്ട് എൻ്റെ മക്കൾക്ക് അത് ഞാൻ പകർന്നു കൊടുക്കുന്നത് വരെ ഞാൻ കൊടുക്കുന്ന ട്രെയിനിങ് ആണ് വിവാഹ കൂദാശിക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കുടുംബജീവിതം ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും മനോഹരവും ആയതുകൊണ്ടാണ് ഇത്രയും ട്രെയിനിങ് കർത്താവ് കുടുംബജീവിതത്തിന് അനുവദിച്ചിരിക്കുന്നത്. മറ്റൊരു കൂദാശയ്ക്കും ഇത്രയും ട്രെയിനിങ് ഇല്ല. ഒരു ബലിയർപ്പിക്കുന്നതിന് പോലും 6 വർഷത്തെ ട്രെയിനിങ് ഉള്ളൂ. എന്നാൽ ഒരു കുടുംബജീവിതം നയിക്കണമെങ്കിൽ ആ മകനെ, ആ മകളെ ഒരു കുടുംബത്തിൽ ഒരപ്പന് ഒരമ്മയ്ക്ക് എങ്ങനെ ജീവിക്കണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത് വളർത്തി കൊണ്ടുവന്നതിന് ശേഷമാണ് ഒരു വ്യക്തിയെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന കുടുംബജീവിതം നയിക്കുവാൻ ഒരു മകനെ യേശുവിൻ്റെ സ്ഥാനത്തും ഒരു മകളെ സഭയുടെ സ്ഥാനത്തും നിങ്ങൾ ഒരുക്കുന്നില്ല എങ്കിൽ, അതിന് തയ്യാറാക്കുന്നില്ല എങ്കിൽ, ആ മക്കളുടെ കുടുംബജീവിതം അപ്പോഴേ നിങ്ങൾ അബോർഷൻ ചെയ്തതിന് തുല്യമാണ്. വൈകല്യമുള്ള, ചാബല്യമുള്ള, വികലമായൊരു കുടുംബജീവിതത്തിലേക്കാണ് നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ ഒരുക്കുന്നതെന്നുള്ള സത്യം തിരിച്ചറിയണം. സ്വർഗത്തിലെ ദൈവം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും ആ സ്നേഹബന്ധത്തിലിരിക്കുന്ന ആ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ എവിടേക്കാണ് വന്നത്? ഒരു കുടുംബജീവിതത്തിലേക്കാണ് വന്നത്. ഒരപ്പൻ്റെ ഒരമ്മയുടെ സ്നേഹം പങ്കുപറ്റിക്കൊണ്ട്, ഒരമ്മയുടെ ഉദരത്തിൽ ജന്മമെടുത്തുകൊണ്ട് ആ ഒരു കുഞ്ഞിനെ പോലെ ജീവിച്ച് മനുഷ്യനെ പോലെ ആയിത്തീർന്ന് മരണം വരെ, കുരിശ് മരണം വരെ അവനൊരു മനുഷ്യത്വത്തിൻ്റെ പ്രതീകമായി തിന്നത് എന്തിനാണെന്നറിയാമോ? കുടുംബജീവിതത്തെ ദൈവം ബഹുമാനിക്കുന്നതുകൊണ്ടാണ്. 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്രിസ്തു 30 വർഷം കുടുംബത്തിൽ ജീവിച്ചു. 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ക്രിസ്തു 30 വർഷം എവിടെയാണ് താമസിച്ചേ? കുടുംബത്തിൽ. അഥവാ സ്വർഗത്തിലെ അതേ സാന്നിധ്യം, സ്വർഗം തന്നെയാണ് കുടുംബമെന്ന് വിശ്വസിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് ഒരു വ്യക്തിയെ ദൈവം വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വിളി നിസ്സാരമായൊരു വിളിയല്ല. നിങ്ങളത് ഗൗരവമായിട്ട് തന്നെ ഈ വിളിയെ കാണണം. ഈ വിളിയെ, ഈ ഒരു കൂദാശിയെ ഗൗരവമായിട്ട് തന്നെ നമ്മൾ കാണണം. ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു, നിങ്ങളുടെ വിവാഹത്തിന് പുരോഹിതൻ വായിച്ച വചനം ഏതാണെന്ന്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 3 തൊട്ടുള്ള തിരുവചനങ്ങളിലാണ് കുടുംബജീവിതത്തെക്കുറിച്ച് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. സത്യത്തിൽ കുടുംബജീവിതത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് ധ്യാനിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധവും ഞാനും എൻ്റെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധവും മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ പോലെ ജീവിച്ച് സ്നേഹത്തിൽ ജീവിച്ച് വിശുദ്ധർക്ക് ജന്മം കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3 തൊട്ടുള്ള തിരുവചനം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഫരിസേയർ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ
ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? സ്നേഹമുള്ളവരെ, അന്നും ഇന്നും ഒരു കുഴപ്പമുണ്ട്. എന്നാന്നറിയാം കുഴപ്പം? കല്യാണം കഴിക്കുന്നത് വരെ എങ്ങനെയെങ്കിലും ഒന്നിനെ കിട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അത് പ്രായം അനുസരിച്ചാണ് നമ്മുടെ ഡിമാൻഡ് കൂടുന്നത്. 25 വയസ്സിൽ നമ്മുടെ മിനിമം ഡിമാൻഡ് IAS IPS ഒക്കെ ആയിരിക്കും. 30 ആകുമ്പോഴേക്കും നമുക്കത് ഡോക്ടറായാലും കുഴപ്പമില്ല. 32 ആകുമ്പോൾ നേഴ്സിംഗ് ആയാലും കുഴപ്പമില്ല. ചില അമ്മമാർ ഞങ്ങളെ കാണാൻ നേരത്ത് പറയും, എൻ്റെ അച്ചോ ഒരു ഡിമാൻഡും ഇല്ല, ഒരു പെൺകൊച്ചിനെ മാത്രം മതി, ചെറുക്കൻ കിട്ടിയാൽ മതി. അങ്ങനെ എങ്ങാനും ഞങ്ങളൊന്നിനെ സംഘടിപ്പിച്ചു കൊടുത്താൽ ആദ്യത്തെ ഒരു 5 വർഷം കഴിയുമ്പോഴേക്ക് ആ പെങ്കൊച്ച് വന്നിട്ട് പറയും, എന്തിനാണ് അച്ചോ എന്നെ ആ നരകത്തിലേക്ക് പറഞ്ഞു വിട്ടേന്ന് ചോദിക്കും. അതുകൂടാതെ ഞങ്ങളെങ്ങാനും ആ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ ആ വല്യമ്മച്ചി പണ്ട് എന്നെ കണ്ടപ്പോൾ അല്ലെങ്കിൽ അച്ഛന്മാരെ കണ്ടാൽ കാപ്പി തരുന്ന ആ അമ്മച്ചി പച്ച വെള്ളം പോലും തരത്തില്ല, ആ മുടിഞ്ഞവൻ കാരണം എൻ്റെ കുടുംബം ഇപ്പം ഇങ്ങനെയായി എന്ന് പറയും. കിട്ടുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒന്നിനെ കിട്ടിയാൽ മതി. കെട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ചിന്ത ഇതിനെ എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളതാണ്. യേശുവിനോട് ശിഷ്യന്മാരും വന്ന് ചോദിക്കുക, കർത്താവ് ഇത് എങ്ങനെ ഈ കേസ് നമുക്ക് ഒഴിവാക്കാം? ഏതാ കിട്ടിയതിനെ നമുക്കെങ്ങനെ ഒഴിവാക്കാം? സത്യത്തിൽ കർത്താവ് വ്യഭിചാരത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ വ്യഭിചാരം എന്ന് പറയുന്നത് ആസക്തിയോടുകൂടി നോക്കുന്നതിന് പറയുന്ന പേരാണ് വ്യഭിചാരം. ഇത് കുടുംബജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ധ്യാനമാണ്. പലരും കല്യാണം കഴിച്ചിരിക്കുന്നത് പ്രാക്ടിക്കൽ ലൈഫിലെ ജീവിത പങ്കാളിയാണെങ്കിലും സ്വപ്നം കാണുന്നതും ചിന്തിക്കുന്നതും ഹൃദയത്തിൽ എവിടെയോ കണ്ടതും കേട്ടതുമായ പെൺകൊച്ചിനെയാണ്. അതുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിക്കാതെ പോകുന്നത്. ഞാൻ ഇങ്ങനെ ഒന്നിനെ അല്ല പ്രതീക്ഷിച്ചത്, കാരണം എൻ്റെ പ്രതീക്ഷയിലുള്ളതല്ല വന്നേക്കണത്. രണ്ടാമത്തെ പ്രതിസന്ധി, ഇന്ന് ഡൈവേഴ്സുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകാനുള്ള ഒരു കാരണം, ക്രിസ്തുവിൻ്റെ കുടുംബജീവിതം ആരും നോക്കുന്നില്ല, പകരം അവനവൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കുടുംബജീവിതമാണ് നോക്കുന്നത്. നമ്മളെല്ലാം മോഡേൺ യുഗത്തിൻ്റെ കാര്യങ്ങളാണ് എപ്പോഴും നോക്കുന്നത്. ഫോൺ എടുക്കാൻ പോലും, ഞാൻ ഈ അടുത്ത ദിവസം ഒരു ഫോൺ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ എനിക്കറിയാവുന്നൊരു കടക്കാരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ ഇത് ഈ മോഡലാണ്, ഇതിന് ക്യാമറയുടെ ഇതിന് ഇത്ര GB, ഇതിന് ഇത്ര ഇന്നതാണ്. ഞാൻ പറഞ്ഞു, എടാ സഹോദര, എനിക്കിതിനെക്കുറിച്ചും വലിയ പിടിയൊന്നുമില്ല, ഒരു നല്ല തോറൻ എനിക്ക് കിട്ടിയാൽ മതി, ധ്യാനത്തിനൊക്കെ ഉപയോഗിക്കണം, വാട്സാപ്പും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടായാൽ മതി. അവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ് അച്ഛൻ, ഈ ഫോൺ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അവൻ എനിക്കൊരു കമ്പനിയുടെ പേരും പറഞ്ഞു തന്നു. ഞാൻ എൻ്റെ മകനെ വിളിച്ച് ചോദിച്ചു, മകനെ ഏതാടാ ഫോൺ എടുക്കേണ്ടത്? എൻ്റെ മോൻ ഈ കാര്യത്തിൽ മിടുക്കനായതുകൊണ്ട് അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഈ പറഞ്ഞ ഫോണിന് 5G അഡോപ്റ്റ് ചെയ്യാവുന്ന സാധനമാണ്, 5G ഫോണാണ്, ഇതെടുത്താൽ മതി, നമുക്ക് എപ്പോഴും മോഡേൺ അച്ഛാ നല്ലത്, ഇനിയിപ്പോൾ 4G മാറി 5G വരാൻ പോവാണ്, നല്ല ഫോണായിരിക്കണം എന്ന് പറഞ്ഞു. ഞാനിനി ഒരു ട്രീറ്റ്മെൻറ്റിന് പോവുകയാണെന്ന് വിചാരിച്ചോ, പണ്ടത്തെ വയനാട്ടിലുള്ള ആദിവാസിയുടെ അടുത്തെങ്ങാനാണ് ചികിത്സയ്ക്ക് പോകുന്നതെങ്കിൽ എന്നെ നാട്ടുകാരും വീട്ടുകാരും പറയും, അച്ഛൻ ഇപ്പോഴും ആദിവാസി യുഗത്തിലാണോ ജീവിക്കുന്നത്? ഇപ്പോൾ രോഗം കണ്ടുപിടിക്കാൻ ബ്ലഡ് കൊടുത്താൽ പോരെ, ഡയഗ്നോസ് ചെയ്താൽ പോരെ, ഏതെല്ലാം നല്ല നല്ല ആശുപത്രിയിൽ പോകാനുള്ള സാധ്യതയുണ്ട് അച്ഛാ. വാച്ച് വാങ്ങുമ്പോഴും സാരി വാങ്ങുമ്പോഴും ഫോൺ വാങ്ങുമ്പോഴും വീട് വെക്കാൻ നേരത്ത് പറയും, അതൊക്കെ ഓൾഡ് ഫാഷനാണ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫാഷൻ എന്ന് പറഞ്ഞാൽ പെയിൻറ്റ് ഇങ്ങനെയാണ്, കിച്ചൺ ഇങ്ങനെയാണ്, അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്. പെണ്ണ് കെട്ടി പിറ്റേ ദിവസം വരാൻ നേരത്ത് പെണ്ണിനോട് പറയും, എൻ്റെ അപ്പൻ ഇങ്ങനെയാണ്, എൻ്റെ അമ്മ ഇങ്ങനെയാണ്, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയാണ്, നീ ഇങ്ങനെയാവണം. എൻ്റെ അപ്പൻ ഇങ്ങനെയാണ്, എൻ്റെ അമ്മ ഇങ്ങനെയാണ്, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഈ കാലമാടൻ്റെ കൂടെ അല്ലെങ്കിൽ ഇവൻ്റെ കൂടെ ജീവിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. എൻ്റെ അപ്പനും അമ്മ അങ്ങനെയൊന്നുമല്ല. ബാക്കിയെല്ലാം മോഡേണാണ്, ബാക്കിയെല്ലാം അഡ്വാൻസ്ഡ് ആണ്. എന്നാൽ ഇത് മാത്രം ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത് എൻ്റെ അപ്പൻ്റെയും എൻ്റെ അമ്മയുടെയും. ഇതാ ഞാൻ പറഞ്ഞത്, ബാക്കി എല്ലാ ട്രെയിനിങ്ങുകളും എല്ലാ കൂതാശകളും ഷോർട്ട് ടൈം ആണെങ്കിൽ കുടുംബജീവിതം മാത്രം ലൈഫ് ലോങ് ആണ്. ഹല്ലേലൂയ്യ. അപ്പനും നമ്മയിൽ നിന്നും പഠിക്കുന്നു, നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നു, നമ്മുടെ മക്കൾക്കത് പകർന്നു കൊടുക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ തൃത്വം ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ച് തലമുറയിലേക്ക് കൈമാറുന്ന പ്രോസസ്സാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ കുടുംബജീവിതം നയിക്കുവാൻ മാതൃകയാക്കേണ്ടത് അപ്പനെയല്ല അമ്മയെയല്ല.
അപ്പൻ്റെ അമ്മയുടെ ആ ബന്ധങ്ങൾ അതിൽ നിന്ന് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുക, ബാക്കി ഉപേക്ഷിക്കുക, പകരം ക്രിസ്തുവിനെ സ്വീകരിക്കുക.